യോഗശേഷം KPCC അധ്യക്ഷൻ പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം പ്രതികരിക്കുമെന്ന പ്രതീക്ഷയിലാണ്. പക്ഷേ പ്രതികരിക്കുന്നുണ്ടോ എന്നതിൽ ഒരു സംശയമുണ്ട്. നേതാക്കൾ എല്ലാവരുമുണ്ട്. എറണാകുളത്താണ് യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് അത് ഉയർന്നു വരികയും അതിൽ ചർച്ച വരികയും ഒടുവിൽ ആ പേരിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നത് KPCC. ആ പേര് ഇനിയിപ്പോൾ ഹൈക്കമാൻഡിന് സമർപ്പിക്കുകയും ഒരു ഔദ്യോഗിക അംഗീകാരം ലഭിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അടുത്ത നടപടി. ഇപ്പോൾ KPCC അധ്യക്ഷനും മറ്റു നേതാക്കളും നിതിൻ തുടരുന്നുണ്ട്. നിതിൻ, അവർ പ്രതികരിക്കാതെ അവിടെ നിന്ന് മടങ്ങിയോ? എന്തായാലും അനുജ, ഞാൻ യോഗ സ്ഥലത്തല്ല ഉള്ളത്. മറ്റൊരു പൊതുപരിപാടിയിൽ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവും പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടിയിലാണുള്ളത്. എന്തായാലും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ KPCC അധ്യക്ഷനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തി. ഒരുപക്ഷേ ആ പരിപാടിക്ക് ശേഷം പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിൽ നേതാക്കൾ പ്രതികരിക്കാതെ തന്നെയാണ് ഇപ്പോൾ കയറിപ്പോയിരിക്കുന്നത്. ഷാഫി പറമ്പിൽ അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷൻ കൂടാതെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ചോദിച്ചു ഒറ്റപ്പേരിലേക്ക് എത്തിയോ അല്ലെങ്കിൽ പ്രഖ്യാപനം എന്നുണ്ടാവും ചോദിച്ചപ്പോൾ മറ്റ് പ്രതികരണങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കടന്നിട്ടില്ല. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് നേതാക്കൾ എല്ലാവരും എനിക്ക് തോന്നുന്നത് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് അതിനൊരു അംഗീകാരം കിട്ടുക എന്നുള്ള നടപടിക്രമം, അത് അവരെ സംബന്ധിച്ചൊരു നടപടിക്രമം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുവേണ്ടി കാത്തിരിക്കുകയാകാം ഈ നേതാക്കൾ, അല്ലേ? തീർച്ചയായും അനുജ, അങ്ങനെ ഒരു പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. കാരണം ഇനി ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഒരു അംഗീകാരം കിട്ടുന്ന നടപടി മാത്രമേ ഉള്ളൂ. അതിനു മുൻപ് തന്നെ നിലമ്പൂരിലെ നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു തീരുമാനത്തിൽ കോൺഗ്രസ് നേതൃത്വം എത്തിയതെന്ന് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ഹൈക്കമാൻഡ് ഒരു അംഗീകാരം നൽകിയ ശേഷമാകും ഒരു പ്രതികരണം ഉണ്ടാകുക. അതൊരു പക്ഷേ ഈ ഒരു പരിപാടി കഴിയുമ്പോൾ തന്നെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഒരു അംഗീകാരം ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും നേതാക്കൾ ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചു ഒറ്റ പേരിലേക്ക് തന്നെ എത്തി. വൈകാതെ തന്നെ ഹൈക്കമാൻഡ് ആ പേര് കൈമാറി ഉടൻ തന്നെ പ്രഖ്യാപനം എന്ന നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. എന്തായാലും 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു ഇന്നലെ നേതാക്കൾ ഒന്നടങ്കം പറഞ്ഞിരുന്നത്. പക്ഷേ അതിനുശേഷം ആണ് ചില സമ്മർദ്ദതന്ത്രം PV അൻവറിന്റെ ഭാഗത്തും ഉണ്ടായതും പിന്നീട് മണിക്കൂറിൽ നീണ്ട ചർച്ചയിലടക്കം സ്ഥാനാർത്ഥി നിർണ്ണയം ബന്ധപ്പെട്ട് കാര്യങ്ങൾ പോയത്. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് ചർച്ച ചെയ്തു. UDF നേതാക്കളെ അടക്കം വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ഇപ്പോൾ തീരുമാനം. എന്തായാലും ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരിലേക്ക് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. വൈകാതെ തന്നെ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ ഒരുപക്ഷേ നേതാക്കളുടെ പ്രതികരണവും നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതാണ്, നേതാക്കളുടെ പ്രതികരണം ഉണ്ടാകും. പക്ഷേ അത് ഉടൻ തന്നെ ഉണ്ടാകുമോ എന്നതിൽ സംശയമുണ്ട്. ഹൈക്കമാൻഡിന്റെ അംഗീകാരം ലഭിച്ചതിന് ശേഷം ഒരു ഔദ്യോഗിക പ്രഖ്യാപനം എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയാകും എന്നതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.